പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസ് അബൌട്ട് OET സ്പീക്കിംഗ്. ഹായ് എവരിവൺ, നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് വെരി ഡിഫറെന്റ് ആണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു 5-6 വീഡിയോസ് കഴിഞ്ഞ ഒരു 1 വീക്ക് ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു about some tips for English language and also about coronavirus. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസ് അബൌട്ട് OET സ്പീക്കിംഗ്. I'm actually an IELTS and OET trainer and I do have an institution in Mottobra which is called JC Career Developers. അപ്പോൾ ഞാൻ അവിടെ OET പഠിപ്പിക്കാനായിട്ട് എനിക്ക് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് വരുന്നുണ്ട്. മെയിൻലി ഇവർക്ക് എല്ലാവർക്കും ഒരു ഇഷ്യൂ വരുന്ന ഒരു പാർട്ടാണ് സ്പീക്കിങ്ങിന്റെ പാർട്ട്. അതുപോലെ റൈറ്റിംഗും റീഡിംഗ് ലിസണിങ്ങും ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ മെയിൻ ഇഷ്യൂ ഞാൻ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഉള്ളത് സ്പീക്കിങ്ങിലാണ്. സോ ഞാനിന്ന് ഓർത്തു I'm going to come here and I'm going to give you a small class on what exactly is OET speaking. എന്താണ് OET സ്പീക്കിംഗ്, എങ്ങനെയാണ് നമുക്കത് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് OET സ്പീക്കിങ്ങിന് ഒരു A വാങ്ങാൻ പറ്റും. കാരണം നമ്മളെല്ലാവരും എയിം ചെയ്യുന്നത് B ആണല്ലോ. പക്ഷെ നമുക്ക് ബിക്ക് വേണ്ടിയല്ല എയിം ചെയ്യുന്നത്, നമുക്ക് എക്ക് വേണ്ടി എയിം ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നല്ലൊരു സ്കോർ ചെയ്യാനും പറ്റും, അതുപോലെ നമ്മുടെ ലാംഗ്വേജ് കുറച്ച് ബെറ്റർ ആക്കാനും പറ്റും. അപ്പൊ യൂഷ്വലി നമ്മൾ എവിടെ പോയി ഏത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും we will get some tips and tricks on how to do things, but I will give some more explanation about this tips and tricks as well. So we can start, right? So the first tip for OET speaking, okay, നമുക്ക് എല്ലാവർക്കും അറിയാം that the time period for OET speaking is what? 5 minutes, right? ഈ 5 minutes നമുക്ക് റോൾ പ്ലേ ചെയ്യാനായിട്ട് കിട്ടും. then you get about 2 or 3 minutes to prepare, അല്ലേ? അപ്പോൾ 7 മിനിറ്റ് ആണ് ടോട്ടൽ നമുക്ക് ഉള്ളത്. ഈ 2 മിനിറ്റ് നമുക്ക് കിട്ടുമ്പോൾ ഫസ്റ്റ് തിങ് you make sure what you have to do is that make sure നിങ്ങൾ എക്സാമിൻ്റെ അടുത്ത് ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിച്ചിരിക്കണം എക്സാമിൻ്റെ അടുത്ത്. ചോദിക്കാനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുപോകരുത്. ഇപ്പോൾ ഒരു മെഡിസിൻ്റെ പേര് അറിയത്തില്ല, ഒരു അവൻ്റെ അതൊരു നെയിം നിങ്ങൾക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയത്തില്ല, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും you can ask the examiner and they will try to help you as much as they can. Okay, ആ 2 minutes 3 minutes preparation ടൈമിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതാണ് മെയിൻ തിങ് നമ്മൾ പറയേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നു. റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് നമ്മളെല്ലാവരും ഓർക്കും the examiner is going to start a conversation. You need to understand one thing, നമ്മുടെ ജോലിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺവെർസേഷൻ. സോ you need to make sure you start the conversation. നിങ്ങൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക, എക്സാമിനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ വേണം ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ യു ക്യാൻ സേ സ്റ്റാർട്ട് വിത്ത് ഗ്രീറ്റിംഗ്, ഹേ ഗുഡ് മോർണിംഗ് സർ, അല്ലെങ്കിൽ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മേക്ക് ഷുവർ ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയണം, ഉച്ചയാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയണം, ഈവനിങ് ആണെങ്കിൽ ഗുഡ് ഈവനിങ് പറയണം. മസ്റ്റ് ആയിട്ട് ടൈം നമ്മൾ നോക്കണം. സ്റ്റാർട്ട് വിത്ത് ഗ്രീറ്റിംഗ്, പറഞ്ഞ മനസ്സിലല്ലേ, ഹേ ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൊടുക്കാൻ നോക്കുക. ഹായ്, മൈ നെയിം ഈസ് ജിതിൻ വർഗീസ്, ഐ ആം ദി നഴ്സ് ഹു വിൽ ലുക്ക് ആഫ്റ്റർ യു ടുഡേ, ഹൗ മേ ഐ ഹെൽപ്പ് യു. ഈ ഇൻട്രൊഡക്ഷനിൽ ഒരു കുഴപ്പമുണ്ട്. ഈ പേഷ്യന്റ് ഓൾറെഡി നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പുതുതായിട്ട് വരുന്ന പേഷ്യൻറ്റ് മാത്രമാണ് നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പം ഓരോ സിനേറിയക്കും ഡിഫറെന്റ് ഇൻട്രൊഡക്ഷൻസ് നമുക്ക് പറയാൻ പറ്റും. പറഞ്ഞ ഡിഫറെന്റ് സിനേറിയ അനുസരിച്ച് നമ്മുടെ ഇൻട്രൊഡക്ഷൻ മാറും. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ പൈ നമുക്ക് പറയാം. ഫസ്റ്റ് മെയിൻ തിങ് നിങ്ങൾ നോക്കേണ്ടത് സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ. നിങ്ങൾ തന്നെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ another thing, you need to make sure the conversation is moving. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം പേഷ്യൻ്റെ അടുത്ത് പ്രോപ്പർ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട്. പേഷ്യന്റിനെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ച് കോൺവെർസേഷൻ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം. മേക്ക് ഷുവർ നിങ്ങൾ അത് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ 10 സെക്കൻഡ് സംസാരിച്ചു വെച്ചു, ഒരു 10 സെക്കൻഡ് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേഷ്യന്റ് ചോദിക്കുക. എന്നിട്ട് ആ പേഷ്യന്റിനെ കൊണ്ട് ഒരു 2-3 സെക്കൻഡ് സംസാരിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുക. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു കോൺവെർസേഷൻ അവിടെ ഫീൽ ചെയ്യും. മെയിൻലി OETയിൽ വേണ്ട ഒരു കോൺവെർസേഷൻ ഫീൽ ചെയ്യണം. ഒരു ഹോസ്പിറ്റൽ സിനേറിയയിൽ നടക്കുന്ന പോലെ തന്നെ ഒരു പേഷ്യന്റും അതുപോലെ തന്നെ ഒരു നേഴ്സും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് നടക്കുന്നത്, അല്ലേ? അപ്പം ഫസ്റ്റ് തിങ് സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ ആയിരുന്നു. സെക്കൻഡ്, കീപ് ദ കോൺവെർസേഷൻ മൂവിങ്. തേർഡ് തിങ് ഈസ് ആസ്ക് ദ പേഷ്യൻസ് ക്വസ്റ്റ്യൻസ്. ആസ്ക് ദ പേഷ്യൻസ് എന്തോരം ക്വസ്റ്റ്യൻസ് ചോദിക്കാമോ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുക. അപ്പം നമുക്ക് ഈ 3 minutes അല്ലെങ്കിൽ 2 minutes പ്രിപ്പറേഷൻ ടൈം കിട്ടുമ്പോൾ മേക്ക് ഷുവർ യു പ്രിപ്പയർ ആസ് മെനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ. എന്തോരം ക്വസ്റ്റ്യൻസ് ഓരോ ടാസ്ക് നമുക്ക് എഴുതി വെക്കാമോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ അഡ്ജസ്റ്റ് യുവർ ലാംഗ്വേജ്. നമ്മുടെ ലാംഗ്വേജ് പേഷ്യന്റിന്റെ സിനേറിയോ സിറ്റുവേഷൻ അതിനനുസരിച്ച് നമ്മുടെ ലാംഗ്വേജ് അഡ്ജസ്റ്റ് ആകും. പറഞ്ഞു മനസ്സിലായില്ലേ? ചിലപ്പോൾ പ്രായ പേഷ്യന്റ് ആയിരിക്കും. ആ പേഷ്യന്റ് ശരിക്കും നമ്മൾ പറഞ്ഞ മെഡിക്കൽ ടേംസോ അല്ലെങ്കിൽ പറഞ്ഞ വൊക്കാബുലറി ഒന്നും അറിയത്തില്ലായിരിക്കും. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാം പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ എല്ലാം അറിയാവുന്ന ഒരു പേഷ്യന്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു ദേഷ്യപ്പെടുന്ന പേഷ്യന്റ് ആയിരിക്കും,
ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ പേഷ്യൻ്റെ സാഹചര്യവും സിറ്റുവേഷനും അനുസരിച്ച് നമ്മുടെ ലാംഗ്വേജും നമ്മുടെ ടോൺ ഓഫ് വോയിസും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തന്നെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ തന്നെ കോൺവെർസേഷൻ മൂവ് ചെയ്യണം. സംസാരിച്ചുകൊണ്ട് പേഷ്യന്റിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് നമ്മൾ മറക്കരുത്. നമ്മൾ പേഷ്യന്റ് എന്താണോ പറയുന്നത് നന്നായിട്ട് എപ്പോഴും കേൾക്കണം. എന്ത് പേഷ്യന്റ് പറഞ്ഞാലും അപ്പം തന്നെ നമ്മൾ റെസ്പോൺസ് പറയും. ഓക്കെ, ഐ സി. പേഷ്യന്റ് നമ്മൾ പറയണം, just think that I'm a patient. So nurse, I was having this headache for the past 4 days. അപ്പോൾ നമ്മൾ റെസ്പോൺസ്, oh I see, so you've been having this for the past 4 days, huh? So what about now? Like how do you feel right now? Do you have any pain? Do you still have any kind of pain? Like അങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. Whenever we get a chance to ask the patient the question, make sure you ask the patient what a question കേട്ടോ. പിന്നെ അഡ്ജസ്റ്റ് ലാംഗ്വേജ് ഞാൻ പറഞ്ഞു. പിന്നെ ഓൾവേസ് മേക്ക്, ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ഈ എക്സാമിനേഴ്സ് നമ്മൾ ചോദിക്കും. അവർ നമ്മുടെ ഈ ടോപ്പിക്ക് എത്ര DVT തൊട്ട് പോകുമ്പോൾ അത്രയും DVT ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സോ അവരുടെ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാം തോപ്പിക്കുക എന്നുള്ളതല്ല, പക്ഷെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ശരിക്കും ചെക്ക് ചെയ്യാന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പല റൂട്ടും അവരെടുക്കും, പല ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാൻ ശ്രമിക്കും. പക്ഷെ ടാസ്കിൽ നിന്ന് നിങ്ങൾ ഒരു കാരണവശാലും DVT ചെയ്ത് പോകരുത്. അത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും പേടിക്കോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് സ്റ്റക്ക് ആവരുത്. അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക, ഒന്ന് സ്മൈൽ ഒന്ന് ബ്രീത്ത് ചെയ്യുക, സ്റ്റാർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ. പറഞ്ഞ മനസ്സിലല്ലേ? ഒരിക്കലും നിങ്ങൾ സ്റ്റക്കായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് എന്തെങ്കിലും അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ വരുമ്പോൾ കേട്ടോ, അപ്പം തന്നെ അത് ബ്രീത്ത് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസ് റോൾ പ്ലേ. നമ്മൾ എന്താണ് റോൾ പ്ലേ അത് നല്ലതായിട്ട് നിങ്ങൾ ഓർഗനൈസ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ പോകുന്ന ടാസ്ക് ഇതാണ്, ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ സെക്കൻഡ് ചോദിക്കുന്നത് ഇതായിരിക്കും, ഇതൊക്കെ ഇതിൻ്റെ അത് ചോദിക്കും. ഞാൻ ഈ കാര്യങ്ങൾ കളക്ട് ചെയ്യും എന്നൊരു ഐഡിയ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ സ്പീക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമുക്ക് ഈ 3 minutes ടൈം ഇല്ലേ, എന്നോട് ഈ 3 minutes ടൈം ടു പ്രിപ്പയർ, യു ഹാവ് ടു പ്രിപ്പയർ ഓൾസോ ദാറ്റ് ടൈം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി ടിപ്സ് പറയാവേ. ഫസ്റ്റ് വാസ് സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ. Second, keep the conversation moving. Third, ask the patient's questions. Fourth, listen to the patient. Fifth, adjust your language. Sixth, പലതരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ടേൺസ് ഉണ്ടായിരിക്കും. ഒന്നും വറിയാണ്ട് സ്ട്രെസ് അടിക്കാണ്ട് നമ്മൾ പാനിക് ആവാണ്ട് ആൻസർ ചെയ്യുക. ആൻഡ് ദെൻ ട്രൈ ടു ഓർഗനൈസ് യുവർ റോൾ പ്ലേ ഇൻ ഓർഡർ. എല്ലാ ടാസ്കും ഒന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. Now, second thing ഞാൻ പറയാൻ പോകുന്നത്, what exactly can we do once we get the role play? ഈ റോൾ പ്ലേ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ടാസ്കോട് നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ മനസ്സിലായില്ല, കാരണം പേഷ്യൻ്റ് എന്താണെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. അതുപോലെ നമ്മൾ ആൻസർ കൊടുക്കണം. ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ് അല്ലേ. സോ വാട്ട് യു നീഡ് ടു ഡു ഇസ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഗ്ലാൻസ്, സ്പീക്ക്, ലിസൺ. നോക്കുക, വർത്തമാനം പറയുക, ലിസൺ ചെയ്യുക. അങ്ങനെയാണ് ഇത് പോകുന്നത് അല്ലേ. നമ്മൾ ടാസ്കിൽ നോക്കുന്നു, നമ്മൾ എന്താണോ പറയാനുള്ളത് പറയുന്നു, പിന്നെ ഇത് കേൾക്കുന്നു, ഓക്കെ ഇത് ടാസ്കിലുണ്ടോ, ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഗ്ലാൻസ് ചെയ്യാൻ നോക്കും, ഒന്ന് ഒറ്റ നോക്കി മനസ്സിലായി ഗ്ലാൻസ് ചെയ്യുക, പിന്നെ സംസാരിക്കുക, പിന്നെ നന്നായിട്ട് ലിസൺ ചെയ്യുക, എന്താണ് പേഷ്യന്റ് പറയുന്നത്. ഈ ഒരു സംഭവം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ആരായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മേക്ക് ഷുവർ ദാറ്റ് യു ഡു ദാറ്റ്. പറഞ്ഞ അത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ അതിലും കൂടാതെ ഒരു തേർഡ് തിങ് നിങ്ങൾ മേക്ക് ഷുവർ നിങ്ങൾ കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ആ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കോൺവെർസേഷൻ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ ഓരോ കോൺവെർസേഷനും കൺക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പറഞ്ഞു മനസ്സിലായി. അതിനുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഇമെയിൽ താഴത്തെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫോൺ നമ്പർ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാം ഞാൻ താഴത്തെ അഡ്രസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഇന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഐ ബി ഹാപ്പി ടു ഗൈഡ് യു. പറഞ്ഞു മനസ്സിലായില്ലേ. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ജസ്റ്റ് ഗിവ് മി എ കോൾ, ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്യും. ഓക്കെ, സോ ഇനിഷ്യേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ പ്രോപ്പർ ആയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, നമുക്ക് ഗ്ലാൻസ് ചെയ്യണം, സ്പീക്ക് ആൻഡ് ലിസൺ. അതുപോലെ തന്നെ നമ്മൾ കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കണം, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം നമ്മുടെ കോൺവെർസേഷൻ. അതുപോലെ നമ്മളത് കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ വീട്ടിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് പഠിക്കുക. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ സ്പീക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ലാംഗ്വേജ് എറേഴ്സ് നമ്മൾ മേക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ എന്തൊക്കെ എറേഴ്സ് നമ്മൾ പറയുന്നുണ്ട്, എന്തൊക്കെ ഗ്രാമാറ്റിക് എറർ ഉണ്ട്, എവിടെയൊക്കെയാണ് നമ്മുടെ ടോൺ
താഴ്ന്നു പോകുന്നതും ഏതൊക്കെ വേർഡാണ് എമ്പത്തി സിമ്പത്തി വരുത്താൻ സ്ട്രെസ് കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ടോൺ എങ്ങനെയാണ്. ഒരാളായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് റോൾ പ്ലേ നമ്മൾ എപ്പോഴും റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ തന്നെ പ്രോപ്പറായിട്ട് എനിക്ക് ഈ പേഷ്യൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നല്ല പ്ലാനോട് കൂടിയാണ് ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പേഷ്യന്റ് മനസ്സിലാവുന്ന രീതിയിലുള്ള ഗ്രാമറും സെന്റൻസ് കൺസ്ട്രക്ഷനൊക്കെ എനിക്ക് വരുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ മനസ്സിലല്ലേ, ഇപ്പോൾ ഒരു ഡയലോഗ് പറയുമ്പോൾ കേൾക്കുക, ഓക്കെ ഇത് ശരിയായിട്ടുണ്ട്, പക്ഷെ നെക്സ്റ്റ് ടൈം ഐ നീഡ് ടു മേക്ക് ഇറ്റ് മോർ ബെറ്റർ. So do something else, say a different sentence, maybe try a different vocabulary into it. മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം നിങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. അങ്ങനെ മാത്രം റെക്കോർഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വീട്ടിൽ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ പ്രോപ്പറായിട്ട് ട്രസ്റ്റ് മീ സ്പീക്കിംഗ് നിങ്ങൾക്ക് സുഖമായിട്ടൊരു എ വാങ്ങാനായിട്ട് പറ്റും. പോയിട്ടില്ല സ്പീക്കിംഗ് കേട്ടോ. അപ്പൊ ഞാനൊരു 3 ഡിഫറെന്റ് പാർട്സ് പറഞ്ഞായിരുന്നു. ഐ ഹോപ്പ് ഈ ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹെൽപ്ഫുൾ ആകും. നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കുറേ ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ വീഡിയോസും ടിപ്സും എവറിത്തിങ് ഈസ് അവൈലബിൾ എവരിവെയർ അല്ലേ. അപ്പൊ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം. എവറിത്തിങ് ഈസ് ദേർ ഫോർ ഫ്രീ. സോ ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും you can just give me a call or WhatsApp me, email me, I will be happy to help you. I'm right here in Montreal, which is right next to Ernakulam. Like I said, thank you so much again. You all have a good day and I hope I'll see you soon. Next video varunundu adutha thanne. I hope you all like that as well and you watch it, share it and subscribe with your friends. I'm sorry, you subscribe it and you share it with your friends. Anyways, thank you so much. Bye bye y'all.